അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ അടുത്തു വരികയാണ്. എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാ ലിസാനുൽ ഖുർആനിൽ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എടുത്ത പാഠങ്ങൾ 8ഉം 9ഉം പാഠം. ആ 2 പാഠത്തിൻ്റെ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വിമാനത്തിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്താണ് വിമാനത്തിന് അറബിയിൽ പറയുക? ഇത് ത്വയ്യ. അപ്പൊ ത്വയ്യാറത്തുൻ എന്താണ് പറയേണ്ടത്? ത്വയ്യാറത്തുൻ. അപ്പൊ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയും അതാ വിമാനം പോകുന്നു എന്ന് പറയും അല്ലേ? അതാണ് അത് അല്ലേ? അത് വിമാനാണെന്ന് നമ്മൾ പറയും. അപ്പൊ അവിടെ അത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ അത് എന്നതിന് എന്താണ് അറബിയിൽ പറയേണ്ടത്? അതാണ് ഈ പാഠത്തിലെ ചുവപ്പ് കളറിൽ റെഡ് കളറിൽ കൊടുത്ത വാക്ക്. എല്ലായിടത്തും ചുവപ്പ് കണ്ടാവും. ഈ ചുവപ്പ് കളറിൽ കൊടുത്ത വാക്കിൻ്റെ അർത്ഥം അത് എന്നാണ്. ഇനി എന്താണ് ചുവപ്പ് കളറിൽ എഴുതിയത്? എന്താ വായിക്കുക? തിൽക്ക എന്നാ വായിക്കുക. തിൽക്ക. അപ്പൊ അത് വിമാനമാണ്. ഈ ഓരോ ചിത്രത്തിൻ്റെയും പേര് നിങ്ങൾ പറയാം. അത് വിമാനമാണ്, പിന്നെ അത് ഹെലികോപ്റ്ററാണ്, അത് വാക്കറാണ്, പിന്നെ അത് കാറാണ്, അത് കുപ്പിയാണ്, അത് ബ്രഷാണ്. ഇത് നമ്മൾ കളർ കൊടുക്കുന്ന ബ്രഷാട്ടോ, നമ്മളെ പല്ല് തേക്കുന്ന ബ്രഷല്ല. അപ്പോൾ അത് വിമാനമാണ് എന്ന് എങ്ങനെ അറബിയിൽ പറയും? അത് നമ്മൾ നോക്കാൻ പോകുന്നു. അത് വിമാനമാണ് എങ്ങനെ അറബിയിൽ പറയും? തിൽക്ക ത്വയ്യാറത്തുൻ. അത് വിമാനമാണ്, തിൽക്ക ത്വയ്യാറത്തുൻ. അപ്പം നിങ്ങൾ ഉമ്മാനോട് പറയേണ്ടത്, ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് ഉമ്മാനോട് നിങ്ങൾ വിമാനം കാണിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ടത് തിൽക്ക ത്വയ്യാറത്തുൻ. നിങ്ങളെ വീടിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നു പോകുമ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് പറയണം തിൽക്ക ഹവ്വാമത്തുൻ. അത് ഹെലികോപ്റ്ററാണ്. പിന്നെ വാക്കറിന് എന്താ പറയുക? അത് വാക്കറാണ്, തിൽക്ക മഷായത്തുൻ. ഇപ്പോൾ ഇവിടെയൊക്കെ ശബ്ദുണ്ട് അല്ലേ? ത്വയ്യാറത്തുൻ, ഹവ്വാമത്തുൻ, മഷായത്തുൻ. ശ്രദ്ധിച്ചു വായിക്കണം. അടുത്ത് തിൽക്ക സയ്യാറത്തുൻ. എന്താ സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ കാറ്. അപ്പൊ നിങ്ങളെ വീടിന്റെ മുമ്പിലൂടെ റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിലൂടെ ഇങ്ങനെ കാറ് പോകുമ്പോൾ നിങ്ങൾ പറയണം അതാ കാറ്. അതാ കാറ് എന്ന് എങ്ങനെ പറയാ? തിൽക്ക സയ്യാറത്തുൻ. ഇനി കുപ്പിക്ക് എന്താ പറയാ? തിൽക്ക ഖാറൂറത്തുൻ. ഖാറൂറത്തുൻ. അടുത്ത് തിൽക്ക ഫുർഷത്തുൻ. അത് ബ്രഷാണ്. ഇനി നിങ്ങൾ മക്കൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രം കണ്ടാൽ നിങ്ങൾ പേര് പറയാൻ കിട്ടണം നിങ്ങൾക്ക്. അപ്പം നിങ്ങളിതിങ്ങനെ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ വിമാനത്തിൻ്റെ പേര് പറയാൻ കിട്ടുന്നുണ്ടോ നോക്കുക. ത്വയ്യാറത്തുൻ, രണ്ടാമത്തെ ഹവ്വാമത്തുൻ, മഷായത്തുൻ. ഇങ്ങനെ ഓരോന്നും നിർബന്ധമായി നിങ്ങൾ കിട്ടണം. കാരണം ചിത്രം തന്നിട്ട് പേരെഴുതാനോ അല്ലെങ്കിൽ പേര് തന്നിട്ട് പിന്നെ അതിൻ്റെ ചിത്രം മാച്ച് ചെയ്യാനോ ഉണ്ടാകും. അതുകൊണ്ട് ഷുവറായിട്ടും നിങ്ങൾ ബൈഹാർട്ടാക്കിയിരിക്കണം. ഏത് ചിത്രം കണ്ടാലും അത് നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കിട്ടണം. അത് നിർബന്ധമാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായും വരും. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാഠത്തു നിന്ന് വരുന്ന വേറൊരു ചോദ്യം, തിൽക്കയും ദാലിക്കയും ചേർക്കാനാണ്. തിൽക്ക എന്ന് പറഞ്ഞാലും ദാലിക്ക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹവ്വാമത്തുൻ എങ്ങനെ എഴുതുന്നതും കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. മഷായത്തുൻ, കാറൂറത്തുൻ, സയ്യാറത്തുൻ, ഫുർഷത്തുൻ. ഇതൊക്കെ എങ്ങനെ എഴുതുക നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഉമ്മമാർ കുട്ടികൾക്ക് ഒരു കേട്ടെഴുത്ത് വെക്കണം. ഇത് കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാണാതെ പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ കുട്ടികളെ കൊണ്ട് കേട്ടെഴുത്ത് വെപ്പിക്കണം. ഒരു പ്രാവശ്യം കേട്ടെഴുത്ത് വെക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ വീണ്ടും വെക്കണം. നിർബന്ധമായി കേട്ടെഴുത്ത് വെക്കണം. കാരണം എന്താ അറിയോ? കുട്ടികൾക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് ബൈഹാർട്ടാക്കാൻ കഴിയും. ഈ പാഠം മുഴുവനും ഏത് ചിത്രം കാണിച്ചു കൊടുത്താലും കുട്ടികൾ കാണാതെ പറയും. പക്ഷെ എഴുതുമ്പോഴാണ് ഒരുപാട് തെറ്റ് വരുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ പാഠത്തുനിന്ന് നിർബന്ധമായും പഠിക്കേണ്ടതും എന്തായാലും പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ് തിൽക്കയും ദാലിക്കയും ചേർക്കാൻ. അതില്ലാത്ത കൊല്ലപരീക്ഷ ചോദ്യപേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കണം. തിൽക്ക ദാലിക്ക. തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്, ദാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്. അപ്പോൾ രണ്ടും അത് എന്ന് തന്നെ അർത്ഥം. പിന്നെ എവിടെ വ്യത്യാസം? തിൽക്ക എന്ന് പറയുമ്പോൾ ശേഷമുള്ള വാക്കിന് അവസാനം താ ഉണ്ടാവും.
അപ്പോൾ അവസാനം താ ഉള്ളതാണെങ്കിൽ തിൽക്ക എന്ന് പറയും. ഏത് താ? ഇങ്ങനത്തെ മുട്ട താ ഓ അല്ലെങ്കിൽ നമ്മളെ പാമ്പിന്റെ തല പോലെ ഷജറത്ത് നിന്ന് എഴുതുമ്പോഴുള്ള താ ഇല്ലേ? അല്ല, ഷജറത്തല്ല, പിന്നെ ഇവിടെ ഹബ്ബാമത്തിന് എഴുതുമ്പോഴുള്ള താ ഇല്ലേ? അങ്ങനത്തെ താ ഓ വന്നു കഴിഞ്ഞാൽ ഏതാ കൊടുക്കേണ്ടത്? തിൽക്കയാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക, അവസാനം താ ഇല്ലെങ്കിൽ ദാലിക. അപ്പോൾ ഇവിടെ തിൽക്കക്ക് ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടെത്താനാണ്. ഇനി നിങ്ങൾ ഇവിടെ പറയൂ, ഇതാ ഇവിടെ സല്ലത്തുന്നുണ്ട്. അപ്പോൾ ദാലിക്കയാണോ തിൽക്കയാണോ? തിൽക്കയാണ്. കാരണം എന്താ? ഇവിടെ അവസാനം താ ഉണ്ട്. ഹദീഖത്തുൻ ഏതാ വേണ്ടത്? തിൽക്ക ദാലിക്ക? തിൽക്ക. ഹഖീബത്തുൻ തിൽക്കയാണോ ദാലിക്കയാണോ? തിൽക്ക. ഖമീസുൻ താ ഉണ്ടോ? ഇല്ല. അപ്പം എന്താ കൊടുക്കേണ്ടത്? ദാലിക്ക. ദറാജത്തുൻ താ ഉണ്ട്. അപ്പം എന്താ കൊടുക്കേണ്ടത്? തിൽക്ക. മിർസമുൻ ദാലിക്ക അല്ലേ? സുല്ലമുൻ താ ഉണ്ടോ? ദാലിക്ക. ഷുബാക്കുൻ താ ഉണ്ടോ? ഇല്ല. അപ്പം ദാലിക്ക. അപ്പം അത് മനസ്സിലായല്ലോ. അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക, അവസാനം താ ഇല്ലെങ്കിൽ ദാലിക്ക. അത് പഠിച്ചു. ഇനി ഇവിടെ പൂരിപ്പിക്കാനാണ്. ഇത് നിർബന്ധമായി പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഇതിൻ്റെ അറബി തന്നിട്ട് മലയാളം അറബി മലയാളം എഴുതാനോ അല്ലെങ്കിൽ അറബി മലയാളം തന്നിട്ട് അറബി എഴുതാനോ രണ്ടും എന്തായാലും പരീക്ഷയ്ക്ക് വരും. അത് ഒരു വിമാനമാണ്. നമ്മൾ പഠിച്ചു വിമാനത്തിൻ്റെ വാക്ക് തൊയ്യാറത്തുൻ. അപ്പോൾ ഇവിടെ തൊയ്യാറത്തുൻ എഴുതിയ ഉത്തരം ശരിയാണോ? ഇല്ല, ഉത്തരം ശരിയല്ല. പിന്നെ അതൊരു വിമാനമാണെന്ന് പറയണം. അപ്പോൾ അതിനെന്ത് പറയണം? തിൽക്ക തൊയ്യാറത്തുൻ. നമ്മൾ ഇവിടെ പഠിച്ച ഇത് വേണം. തിൽക്ക തൊയ്യാറത്തുൻ, അതൊരു വിമാനമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താകുള്ളൂ? ഉത്തരം ശരിയാവുള്ളൂ. അടുത്ത്, ഇത് ഒരു സ്കൂട്ടറാണ്. എന്താണ് സ്കൂട്ടർ എന്നതിൻ്റെ അറബി എന്താ പറയുക? സകൂത്തത്തുൻ. എന്താണ്? സകൂത്തത്തുൻ, സകൂത്തത്തുൻ. ഇനി ഇത് എന്നതിന് എന്താണ് പറയാ? ഇത് എന്നതിന് രണ്ട് വാക്കുണ്ട്. അത് നമ്മൾ പണ്ടത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നോക്കാം. ഒന്ന് ഹാദ, ഒന്ന് ഹാദിഹി. രണ്ടിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അപ്പോൾ താ ഉണ്ടെങ്കിൽ ഹാദിഹി, താ ഇല്ലെങ്കിൽ ഹാദ. അപ്പൊ സകൂത്തത്തിന് എഴുതുമ്പോൾ താ ഉണ്ടാവുമോ? സകൂത്തത്തുൻ, തുൻ അല്ലേ? അവസാനം താ ഉണ്ട്. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? ഹാദിഹി. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ഹാദിഹി സകൂത്തത്തുൻ. അടുത്തത്, അത് എൻ്റെ സഹോദരിയാകുന്നു. അത് എന്നാണ്. അത് എന്നാകുമ്പോൾ ദാലിക്ക തിൽക്ക രണ്ടാലെന്നാ വരിക, ഉറപ്പിച്ചു. എൻ്റെ സഹോദരി, സഹോദരി എന്നുള്ളതിന് എന്താ പറയുക? അത് ഇവിടെ ഉണ്ട് ഉത്തരം. ഇതാ ഉഖ്തി എന്നാണ്. സഹോദരിക്ക് എന്താ പറയാ? സഹോദരിക്ക് ഉഖ്തി. എൻ്റെ സഹോദരി ഉഖ്തി. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? തിൽക്ക ഉഖ്തി, തിൽക്ക ഉഖ്തി. ഇനി നമ്മൾ ഇവിടെ മീനിങ് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് തന്നിട്ട് നിങ്ങൾക്ക് അർത്ഥം എഴുതാനോ അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് അറബി എഴുതാനോ. തിൽക്ക സയ്യാറത്തു അഹി. തിൽക്കൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തിൽക്ക എന്ന് പറഞ്ഞാൽ അത്, സയ്യാറത്ത് എന്ന് പറഞ്ഞാലോ കാറ് അല്ലേ? അപ്പോൾ തിൽക്ക സയ്യാറത്തു അഹി എന്ന് പറഞ്ഞാൽ അത് കാറാണെന്ന് അർത്ഥം കിട്ടി. അപ്പോൾ അഹി പറഞ്ഞാലോ എൻ്റെ ബ്രദർ, എൻ്റെ സഹോദരൻ. അപ്പോൾ അത് എൻ്റെ സഹോദരൻ്റെ കാറാണ്. അത് എൻ്റെ സഹോദരൻ്റെ കാറാണ്. അടുത്ത തിൽക്ക ഹക്കീബത്തു ഉഖ്തി. ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ് എന്നർത്ഥം. അത് പഴയ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ബാഗാണ്. ആരുടെ? ഉഖ്തി, എൻ്റെ സഹോദരിയുടെ ബാഗാണ്. അടുത്ത തിൽക്ക മഷായത്തിന് നമ്മൾ അവിടെ പഠിച്ചു, അത് വാക്കറാണ്. തിൽക്ക ആയാത്തുല്ലാഹി. എന്താ അത് വായിക്കുക? ആയാത്തുല്ലാഹി. ആയാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ അത്ഭുതം, ദൃഷ്ടാന്തം. അടുത്ത തിൽക്ക ബിന്തു അമ്മി. തിൽക്ക അത് ബിന്തു മോളാണ്, അമ്മി എൻ്റെ എളാപ്പാൻ്റെ മോളാണ്. തിൽക്ക ഹുദൂദുല്ല, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഇത് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും വരും കേട്ടോ, പൂരിപ്പിക്കാനും വരും. അപ്പോൾ ശരിക്കും പഠിക്കുക. അടുത്ത് തിൽക്ക തൊയ്യാറത്തുൻ, തിൽക്ക സയ്യാറത്തുൻ, തിൽക്ക ഹവ്വാമത്തുൻ, തിൽക്ക മഷായത്തുൻ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്, ത്വാവിലത്തുൻ. ഈ പാഠത്തിൽ എന്താ പഠിക്കുന്നത്? കഴിഞ്ഞ പാഠത്തിൽ തിൽക്ക വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിൽ തിൽക്കയാണ്. പക്ഷെ ഇവിടെ ഒന്നും കൂടി ഉണ്ട്. അതെന്താണ്? അതായത് അതെന്താണ് എന്നെങ്ങനെ അറബിയിൽ ചോദിക്കുക? അതെന്താണ്? നിങ്ങൾ ഒരു ദിവസം മദ്രസിൽ വന്നപ്പോൾ നിങ്ങളെ ക്ലാസ്സിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ അത് എന്താണ്?
അപ്പൊ എങ്ങനെ അറബിയിൽ ചോദിക്കുക, അതെന്താണെന്ന് എങ്ങനെ അറബിയിൽ ചോദിക്കുക, അതിനാണ് ഇവിടെ പഠിക്കുന്നത്. മാ തിൽക്ക, രണ്ട് വാക്ക് അതിനുള്ള, ഒന്ന് മാ പിന്നെ തിൽക്ക. അപ്പൊ മാ തിൽക്ക കാണാതെ പഠിക്കുക. അതെന്താണ് മാ തിൽക്ക, അതെന്താണ് മാ തിൽക്ക, മാ തിൽക്ക അതെന്താണ്. അപ്പോൾ ടേബിളിന് ചൂണ്ടിയിട്ട് ഒരാൾ ചോദിച്ചു മാ തിൽക്ക അതെന്താണ്. അപ്പൊ നമ്മൾ ഉത്തരം എന്താ പറയേണ്ടത്, തിൽക്ക ത്വാവിലത്തുൻ. ചോദ്യത്തിൽ മാ തിൽക്ക എന്ന് വന്നാൽ ഉത്തരത്തിൽ എന്ത് വരണം, തിൽക്ക വരണം. ഇവിടെ എല്ലാത്തിലും തിൽക്ക ഉണ്ടാകും. ഉത്തരം നോക്കൂ നിങ്ങൾ, എല്ലാത്തിലും തിൽക്കുണ്ട്. എല്ലാ ചോദ്യത്തിലും മാ തിൽക്ക അല്ലേ ആണ്, അപ്പോൾ ഉത്തരത്തിലൊക്കെ തിൽക്കുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ മാ തിൽക്ക എന്ന് വന്നാൽ ഉത്തരത്തിൽ തിൽക്ക വരണം. മാ തിൽക്ക, തിൽക്ക ത്വാവിലത്തുൻ. ഇതെന്താണിത്, ഇതെന്തിന്റെ ചിത്ര, വീട് അല്ലേ. അപ്പോൾ അതെന്താണ് മാ തിൽക്ക, തിൽക്ക ദാറുൻ, തിൽക്ക ദാറുൻ. അടുത്ത് ഇവിടെ ദാറ് അവസാനം താകില്ലെങ്കിൽ തിൽക്കയെ കൊടുത്ത്, കാരണം ദാറ് എന്നുള്ളത് എന്താണ്, അത് സ്ത്രീകൾ, അതായത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ദാർ, അതുകൊണ്ടാണ് തിൽക്ക കൊടുത്തത് കേട്ടോ. പൊതുവെ അവസാനം താഴുള്ളതിനാണ് തിൽക്ക കൊടുക്കുക, അതാണ് ഞാൻ ആ ട്രിക്ക് പറഞ്ഞത്. അടുത്ത് മരം, മാ തിൽക്ക, നിങ്ങൾ 1ാം ക്ലാസ് പഠിച്ചാണ്, തിൽക്ക ഷജറത്തുൻ. അടുത്ത് മാ തിൽക്ക, തിൽക്ക മിർ ആത്തുൻ. ഇതെങ്ങനെ വായിക്കുക, മിർ ആത്തുൻ. എഴുതി പഠിക്കണേ. മിർ ആത്തുൻ, മിർ ആത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണാടി. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, മാ തിൽക്ക, തിൽക്ക മിർ ആത്തുൻ. അപ്പോൾ പരീക്ഷയ്ക്ക് മാ തിൽക്ക ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ തിൽക്ക മിർ ആത്തുൻ എന്ന് എഴുതണം. വെറും മിർ ആത്തുൻ എഴുതിയാൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. തിൽക്ക ഷജറത്തുൻ, തിൽക്ക ദാറുൻ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്. മാ തിൽക്ക ചോദ്യം എഴുതാൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. മാ തിൽക്ക ഇതെന്താണ്, മദ്റസത്തുൻ, മദ്റസത്തുൻ. അപ്പോൾ ഉത്തരം എന്താ എഴുതേണ്ടത്, തിൽക്ക മദ്റസത്തുൻ. ഇതെന്താ പൂ അല്ലെ, സഹ്റത്തുൻ, സഹ്റത്തുൻ. അപ്പോൾ തിൽക്ക സഹ്റത്തുൻ. ഇനി ഇത് നിർബന്ധമായി പഠിക്കുക, അത് പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. നിസ്കാരപ്പാടാണിത് അല്ലേ, നിസ്കരിക്കുന്ന മുസല്ല. അതിനെന്താ പറയാ, സജ്ജാദത്തുൻ, സജ്ജാദത്തുൻ. അപ്പൊ മാ തിൽക്ക എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത്, തിൽക്ക സജ്ജാദത്തുൻ. ഇതെന്താണ്, ഇത് വിത്താണ്. എന്താ വിത്ത് പറഞ്ഞാല്, നമ്മൾ എന്തൊക്കെ ചെടികളൊക്കെ കുഴിച്ചിടുമ്പോൾ അതിന്റെ വിത്ത് ഉണ്ടാവില്ലേ, പയറിന്റെ വിത്ത്, അങ്ങനെ വിത്ത് ഉണ്ടാവില്ലേ, ആ വിത്ത്. അതിനെന്താ പറയാ, ഹബ്ബത്തുൻ, ഹബ്ബത്തുൻ, ഹബ്ബത്തുൻ. അപ്പോൾ തിൽക്ക ഹബ്ബത്തുൻ പഠിച്ചില്ലേ. ഇനി അടുത്തത് അറബിയിൽ നിന്ന് അറബി മലയാളത്തിലേക്ക് എഴുതാനാണ്. തിൽക്ക അത് നമ്മൾ പഠിച്ചു. തിൽക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത്. മദ്റസത്തീ, മദ്റസത്തിന് പറഞ്ഞാൽ മദ്റസ. അപ്പൊ അത് മദ്റസയാണെന്ന് പറഞ്ഞാൽ മതിയോ, അല്ല, അത് എൻ്റെ മദ്റസയാണ്. തിൽക്ക മദ്റസത്തി, അത് എൻ്റെ മദ്റസയാണ്. ഹാദാ ബുർത്തുഖാലി, ഹാദാ ബുർത്തുഖാലി. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത്, ബുർത്തുഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓറഞ്ച്. ബുർത്തുഖാലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓറഞ്ച്. അടുത്ത് ഹാദിഹി ത്വാഇറത്തുൻ കബീറത്തുൻ. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, ത്വാഇറത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ത്വാഇറത്തുൻ എന്ന് പറഞ്ഞാൽ പക്ഷി, കബീറത്തുൻ പറഞ്ഞാൽ വലിയ, അപ്പൊ അത് വലിയ പക്ഷിയാണ്. ദാലിക ഇനബുൻ ഹുൽവുൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണിത്. ദാലിക ഇനബുൻ ഹുൽവുൻ, അത് മധുരമുള്ള മുന്തിരിയാണ്. ഇതിൻ്റെ ഇവിടെ മലയാളത്തിൽ എഴുതിയത് തെറ്റാണ്, മലയാളത്തിലല്ല എഴുതാൻ പാടില്ല, അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ മലയാളത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല, മാർക്ക് കുറയും. ദാലിക ഇനബുൻ ഹുൽവുൻ, അത് മധുരമുള്ള മുന്തിരിയാണ്. പരീക്ഷയ്ക്ക് ചോദ്യം 2 രൂപത്തിലും വരും. അത് മധുരമുള്ള മുന്തിരിയാണ് എന്ന് വന്നിട്ട് അതിൻ്റെ അറബി എഴുതാനും, അല്ലെങ്കിൽ ദാലിക ഇനബുൻ ഹുൽവുൻ എന്ന് വന്നിട്ട് അത് മധുരമുള്ള മുന്തിരിയാണ്, 2 എഴുതാനും വരും. അപ്പോൾ നല്ലോണം പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു, അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പിന്നെ ചെയ്യാം.